ഹായ് നമസ്കാരം. റേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി, അത് ആരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ആ ഒരു വ്യക്തി ഏത് എനർജിയിലൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്ന റീഡിങ്ങും തരാൻ സാധിക്കും. ഇത് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ നിങ്ങളുടെ മുമ്പിൽ എത്തും. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു റീഡിങ് കാണേണ്ട സമയം ആ ടൈമിൽ ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തുള്ളൂ. അപ്പോൾ ഇത് റെസിനേറ്റ് ആവുന്നവർ മാത്രം, നിങ്ങളുടെ ഒരു എനർജിയായിട്ട് റെസിനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളിത് വിട്ടേക്കുക. കാരണം റെസിനേറ്റ് ആവാത്തവരൊന്നും അതിൽ വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എനർജിയായിട്ടിത് കറക്റ്റ് ആവുമെന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടുന്നു നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എല്ലാവരും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലെടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക. മക്കളെ ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തോടെ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ അവരിലേക്ക് വരണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തണം. ആ ഒരു വരവിന് വേണ്ടി മാത്രമാണ് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. സ്നേഹത്തോടെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫിനെ പോലെ ജീവിക്കണം. നല്ല സ്നേഹത്തോടെ തന്നെയാണ് ഇപ്പം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത്. ഒന്ന് കാണാൻ കൊതിക്കുന്ന നിമിഷം എന്ന് പറയുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വരവ് കാത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ വരവ് കാത്തിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയത് ഒരുപാട് സ്നേഹത്തോടെ വരുന്നൊരു കാർഡാണ്. അടുത്തത് മൂൺ കാർഡാണ് വന്നത്. അപ്പോൾ ആൾ ഭയങ്കര വിഷമത്തിലാണ്, ഒരുപാട് സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ പോവാണ്. ഭയങ്കര സങ്കടമാണ്. അവരെന്തെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയ സമയമാണ്. ആ ഒരു വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ലായിരുന്നു, ആളുടെ തെറ്റിദ്ധാരണയായിരുന്നു ഇതൊക്കെയെന്ന് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നു. കുറ്റബോധം കൊണ്ട് നമ്മൾ പറയില്ല, ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അത്രമാത്രം ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളിന് നിങ്ങളെ അത്രമാത്രം പിരിഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു സ്നേഹം അത്രത്തോളം ഉണ്ട് ആ ഒരു വ്യക്തിയിൽ. അപ്പോൾ ഇതാണ് അടുത്ത കാലത്ത് നമുക്കൊന്ന് എടുക്കാൻ. എന്താണ് ഇപ്പം ഈ സമയത്ത് ആൾ നല്ല സ്നേഹത്തോടെ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് തീർത്ത് നിങ്ങളൊന്ന് കണ്ടാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഒരു വ്യക്തി ഇരിക്കുന്നത്. നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ, സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ഈ ടൈമിൽ. പിണക്കം എല്ലാം പറഞ്ഞ് തീർക്കണം, നിങ്ങളെ ഒന്ന് കണ്ട് എല്ലാം സംസാരിച്ച് ഇതുവരെയുള്ള സിറ്റുവേഷനൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇനി ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടാവാത്ത പോലെ നല്ല സ്നേഹത്തിൽ ഇനി മുമ്പോട്ട് പോകണം എന്നൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തായാലും ആ ഒരു പിണക്കമൊക്കെ മാറ്റി ഒന്നിക്കട്ടെ. ഇതൊരു കൂടുതലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത കാര്യം പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് സ്നേഹത്തോടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും ഒക്കെ വന്നു കൂടുതലൊരു കപ്സിൻ്റെ നദിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അല്ലേ. അപ്പം സ്നേഹത്തോടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം എന്നൊരൊറ്റ ആഗ്രഹത്തിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രണയമുള്ള സമയത്ത്, ഇല്ലെങ്കിൽ ഈ ഒരു മാരേജ് കഴിഞ്ഞ ഫസ്റ്റ് തുടങ്ങിയ മാരേജ് അങ്ങോട്ട് കഴിഞ്ഞ സമയത്തുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള എത്രമാത്രം സ്നേഹം പ്രണയം നിങ്ങളോടുണ്ടായിരുന്നു, ആ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ ഇപ്പം തിരിച്ചു വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. കാരണം ആ ഓർമ്മകളിലാണ് ഇനിയും ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം സ്നേഹത്തോടെ. നമ്മുടെ എല്ലാവരുടെയും റിലേഷനിൽ അങ്ങനെയാണല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്നേഹമായിരിക്കും. എന്തൊക്കെ തെറ്റ് കാണിച്ചാലും അതെല്ലാം ക്ഷമിച്ച് നല്ല സ്നേഹം പ്രകടിപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ ഒരു എന്താണ്, ആ ഒരു സ്നേഹത്തോടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരണം, ഒരുപാട് സ്നേഹിക്കണം. ഇതുവരെയുള്ള ആ ഒരു തെറ്റുകുറ്റങ്ങളെല്ലാം മറന്ന് പരസ്പരം ഒത്തിരി സ്നേഹിച്ച് മുമ്പോട്ട് പോകണം. കാരണം കൂടുതൽ ഇങ്ങനത്തെ എല്ലാം നല്ല കാലം, സ്നേഹത്തിൻ്റെ മാത്രം കാലമാണ്. തെറ്റുകളെല്ലാം ക്ഷമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണമെന്നുള്ള കാരണത്തിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, അടുത്ത കാർഡ് നോക്കാം. ഓക്കെ, 7 of Cups വന്നിട്ടുണ്ട്. എല്ലാം കപ്സ് ഞാൻ പറഞ്ഞില്ലേ. 7 of Cups വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയോ വേറെ എന്തെങ്കിലും അഡിക്ഷനോ ഒക്കെ ആയി അതിൽ ആ ഒരു പ്രശ്നം കൊണ്ട് പറ്റിയതാണ് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷമം ഉള്ളൊരു സിറ്റുവേഷൻ. ഈ വ്യക്തിക്ക് ഒന്നീ അഡിക്ഷൻസ്, എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അഡിക്ഷൻ എന്തെങ്കിലും കാര്യത്തിന്, അതറിയാമല്ലോ എന്തോ ഞാൻ പറയണ്ടല്ലോ. അതല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിക്കുവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതൊക്കെ ഇപ്പോൾ ആൾ എന്താണ് കുറ്റബോധം കൊണ്ട് വിഷമിക്കുവാണ്. അതൊന്നും വേണ്ടായിരുന്നു ജീവിതത്തിൽ എന്തൊരു തോന്നൽ നന്നായിട്ടുണ്ട്. തേർഡ് പാർട്ടി ആണെങ്കിൽ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അഡിക്ഷൻ എന്തെങ്കിലും ആയിരുന്നെങ്കിലും അതൊന്നും വേണ്ടായിരുന്നു. കാരണം അത് ആണല്ലോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചേക്കുന്നത്. നല്ലൊരു വിഷമത്തിലിരിക്കുവാണ്. കാരണം ഈ ഒരു വ്യക്തി കാരണമാണ് ഇപ്പോൾ റിലേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ആൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ തെറ്റും അറിഞ്ഞു അതിനെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം എടുക്കാം. ഓക്കെ, 6 of Wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനോ സ്ട്രഗിളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എൻഡാക്കി തിരിച്ച് നിങ്ങളിലേക്ക് എത്തണം. അത് എത്രയും പെട്ടെന്ന് തന്നെ. ഒട്ടും ആളിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഒട്ടും ഇനിയും ഈ ഒരു ഒറ്റപ്പെടലോ ഇല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയോ ആളിന് സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനോടാണ് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യത്തിനാണ് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ എല്ലാ സന്തോഷവും സ്നേഹവും ഒക്കെ. നിങ്ങൾ ഉള്ളപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സ്നേഹവും ആ ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ വേറെ എങ്ങൊന്നും കിട്ടാറില്ല. അത്രയൊരു സ്നേഹമാണ്. നിങ്ങൾ ചിലപ്പം ഈ ഒരു റിലേഷൻ ഇങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയി കാണും. അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ഒരു വിഷമം, മിസ്സിങ് ഒക്കെ തോന്നുന്നത്. കാരണം നമ്മളെപ്പം ഏതൊരു റിലേഷനിലായാലും ഏതൊരു വ്യക്തിയോടാണെങ്കിലും നമ്മൾ പിണങ്ങിയിരിക്കുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളിലേക്ക് വരത്തുമില്ല, നമ്മളെ മിസ് ചെയ്യത്തുമില്ല, നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റും തോന്നത്തില്ല. നമ്മളെപ്പോൾ അതിൽ മൂവ് ഓൺ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നോ, നമ്മളെ തന്നെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, ആ ടൈമിലായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് ആ ഒരു എനർജി അവിടെ കിട്ടാതാകുമ്പോൾ അവർക്ക് കുറ്റബോധം തുടങ്ങും. അവർക്ക് കാണാൻ പറ്റാതെ ഇരിക്കുമ്പോഴത്തേന് തകരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ആ ഒരു വ്യക്തിക്ക് അറ്റാച്ച്മെൻറ്റ് സ്നേഹവും ഈ ഒരു നിങ്ങളെ ഒന്ന് കിട്ടിയാൽ മതി ആളിൻ്റെ അടുത്ത്. അത്ര സ്നേഹത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും കാർഡൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തി മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം സ്നേഹവും വിഷമമൊക്കെ തോന്നുന്നത്. അപ്പോൾ വേൾഡ് കാർഡ് ഇതാണ്. നിങ്ങളാണ് ആളുടെ ലോകം, ആളുടെ സന്തോഷം. അത്രമാത്രം നിങ്ങളുടെ കൂട്ടിനപ്പോൾ സ്നേഹം സന്തോഷം കിട്ടിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ അടുത്തൊരു കാർഡ് എടുക്കാൻ എന്താണ്
2 കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു സോൾ കണക്ഷനുള്ള വ്യക്തിയാണ്. വിവാഹം, റീയൂണിയൻ അതൊക്കെ ഈ ഒരു വ്യക്തി ഈ ടൈമിൽ ആഗ്രഹിക്കുന്നു. ഇനി വിവാഹം കഴിച്ച വ്യക്തികളാണെങ്കിൽ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒരുപാട്. അതല്ല ഇനി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ, ഇങ്ങനെ ലവ് റിലേഷനിലുള്ളവരാണെങ്കിൽ വിവാഹം നടന്ന് കിട്ടിയാൽ അത്രമാത്രം പിന്നെ അവരുടെ ജീവിതത്തിൽ വേറെ ഒന്നും ആഗ്രഹം സാധിക്കാനില്ലാത്തവർ അത്രമാത്രം സ്നേഹത്തോടെ പ്രതീക്ഷയോടിരിക്കുകയാണ്. നിങ്ങൾക്ക് പകരം വെക്കാൻ ഈ ലോകത്തിൽ വേറെ ആരും അവർക്കില്ല. കാരണം നിങ്ങളാണ് അവരുടെ എല്ലാം. ഈ ഒരു വേൾഡ് കാർഡ് വന്ന് 2 കപ്സ് അടുത്തടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം നിങ്ങളാണ്. സന്തോഷവും സ്നേഹവും ഒക്കെ. നമ്മൾ പറയുമല്ലോ, പാതി എൻ്റെ പാതി നീ എന്ന് പറയുന്ന പോലെ ആ ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു പാതി തിരിച്ചു വന്നാൽ മതി എന്നൊരു അങ്ങനെ ഒരു ഒന്നിച്ച് ജീവിച്ചാൽ മതി, അങ്ങനെയൊക്കെ ഒരു ഓർമ്മയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. എന്തായാലും അവർക്കിപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് സോൾ കണക്ഷൻ ഉണ്ട്. അപ്പം ആ സോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പാതിയാണല്ലോ ആ ഒരു വ്യക്തി. അപ്പം എന്തായാലും സോൾ കണക്ഷൻ ആയതുകൊണ്ട് അത്രമാത്രം സ്നേഹമുള്ളൊരു വ്യക്തിയാണ്, സ്നേഹമുള്ള റിലേഷനാണിത്. അതിപ്പോൾ വിവാഹം കഴിഞ്ഞവരായാലും ലവ് റിലേഷൻ ആണെങ്കിലും എന്തായാലും. നമുക്ക് ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവരുടെ ഈഗോ എല്ലാം മാറ്റിയിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമായിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതുവരെ അവർ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഈഗോയിലൊക്കെ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈഗോ ഒന്നും അല്ല ജീവിതത്തിൽ വലുത് എന്ന് മനസ്സിലാക്കി അവരെ ഈഗോ ഒക്കെ മാറ്റി നിർത്തി അവരെങ്ങനെയും നിങ്ങളെ സ്നേഹിച്ച് അവരിലേക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടി കൂടുതൽ സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്നും തിരിച്ച് തന്നിട്ടില്ല എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് അത്രമാത്രം സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇപ്പോൾ അതിലൊക്കെ വിഷമം തോന്നിയിട്ട് ഇനി ഒന്നിച്ച് ജീവിച്ച് ഒരു കുറവില്ലാതെ നന്നായിട്ട് സ്നേഹിച്ച് പരസ്പരം നന്നായിട്ട് സ്നേഹിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതല്ല ഇപ്പോൾ നോക്ക്, ഞാനിപ്പോൾ ഇത്ര കാർഡ് എടുക്കുന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് ബോട്ടം വന്നേക്കുന്നത് കിങ് ഓഫ് കപ്സും ആണ്. അപ്പം കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നേക്കുന്നത് എന്തായാലും ഒരു ഭാര്യ ഭർത്താവ് ആയിട്ട് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു റിലേഷനാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാരായാലും. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, അതൊരു ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഈ ഒരു ബോട്ടം വന്നേക്കുന്നതാണെങ്കിലും നല്ല ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സ്നേഹത്തോടെ തൻ്റെ പാതിയെ 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ആ ഒരു വ്യക്തി റെഡി ആയിരിക്കുവാണ്. അതാണിപ്പോൾ ഇത്രയും കാർഡിൽ നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷനിലുള്ള ആ ഒരു വ്യക്തി, എതിരെ നിൽക്കുന്ന ആരാണോ, നിങ്ങളുടെ ഹസ്ബൻഡാണോ അല്ലെങ്കിൽ ലവ് റിലേഷനിലുള്ള ആ ഒരു വ്യക്തി എന്തായാലും സ്നേഹത്തോടെ നിങ്ങളൊന്ന് വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആളുടെ ഈഗോ ഒക്കെ മാറ്റി നല്ല ഗ്രൗണ്ടഡായിട്ട് ഇരിക്കുകയാണ് ഈ ടൈമിൽ. ഒരുപാട് സ്നേഹത്തോടാണ് എങ്ങനെയും റീയൂണിയൻ ഇല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടാണ്. എനിക്ക് തന്നെ ഒരുപാട് മനസ്സ് നിറഞ്ഞു ഈ ഒരു റീഡിങ് എടുത്തപ്പോൾ. കാരണം അത്ര സ്നേഹത്തോടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ റീഡിങ്ങാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയായിട്ട് ഇത് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, മാച്ച് ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മക്കളെ, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിണക്കങ്ങളൊക്കെ മാറ്റി റിലേഷൻഷിപ്പ് എത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഭഗവാനോട്. കാരണം നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത്ര പെയിനായിട്ട് തോന്നില്ല. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഈ ഒരു ലവ് റിലേഷനിൽ നമുക്ക് എന്തെങ്കിലും സങ്കടമായി കഴിഞ്ഞാൽ നമ്മൾ താങ്ങത്തില്ല ഒരു കാര്യം. അത് നമ്മളും അതെ, എതിരെ നിൽക്കുന്ന ആളായാലും.
പിന്നെ നമ്മൾ പക്ഷെ നമ്മളങ്ങനെ ഇരിക്കരുത്. അങ്ങനെ നമ്മൾ വിഷമിച്ച ആ ഒരു വ്യക്തിയെ തന്നെ ആലോചിച്ചിരിക്കാതിരിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജി അവർക്ക് കിട്ടും. നമ്മളെ ഒട്ടും അവർക്ക് നമ്മുടെ വാല്യൂ അവർ മനസ്സിലാക്കത്തില്ല. പക്ഷെ നമ്മളിതിൽ നിന്ന് മാറി നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് പ്രാധാന്യം കൊടുത്ത് നിൽക്കുമ്പം ആ ഒരു വ്യക്തിക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവും. നമ്മളിലേക്ക് അവർ അട്രാക്റ്റായി വരും. നമ്മളെ മിസ് ചെയ്യും. ഒരുപാട് സ്നേഹത്തോടെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും റിലേഷനിലെ എല്ലാവരും അഥവാ ഇങ്ങനെ എന്തെങ്കിലും ബ്രേക്കപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആകുമ്പം നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി സന്തോഷം കണ്ടെത്തുക. അതിലൊക്കെ സന്തോഷിച്ച് മുമ്പോട്ട് പോവുക. അപ്പോഴേ ആ ഒരു വ്യക്തി പിണക്കമൊക്കെ മാറ്റി തിരിച്ചു വരത്തുള്ളൂ. ഓക്കെ മക്കളെ, ഇതാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ്. താങ്ക് യു.